ഓസ്ട്രേലിയൻ ഓപ്പണറിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ യുവത്വത്തിന്റെ ചോരത്തിളപ്പിന് മേൽ ആധിപത്യം ഉറപ്പിച്ച് പരിചയസമ്പന്നത്തിന്റെ കരുത്ത് ആവേശം വാനോളം ഉയർത്തുന്ന പുരുഷ വിഭാഗം സിംഗിൾസ് യുവതാരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ വീഴ്ത്തി സെർബിയൻ സൂപ്പർ താരം നോവാക് ജോക്കോവിച്ച് സെമിഫൈനൽ കടന്നു. 3 മണിക്കൂർ 38 മിനിറ്റും നീണ്ട പോരാട്ടത്തിൽ 1-നെതിരെ 3 സെറ്റുകൾക്കാണ് ജോക്കോവിച്ചിന്റെ വിജയം. ഇതോടെ 37-കാരൻ ജോക്കോവിച്ച് 25ാം ഗ്രാൻഡ് സ്ലാം കിരീടത്തിലേക്കും റെക്കോർഡിലേക്കും ഒരു ചുവട് കൂടി വെച്ചു. മറുവശത്ത് 21-കാരനായ അൽക്കാരസിന്റെ കരിയർ സ്ലാം എന്ന മോഹവും തൽക്കാലം മോഹമായി തന്നെ അവശേഷിക്കും. നേർക്കുനേർ പോരാട്ടങ്ങളിൽ സ്പാനിഷ് താരത്തിനെതിരെ ജോക്കോവിച്ച് 5-3 ലീഡും നേടി. പരിക്കിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയ ആദ്യ സെറ്റ് 6-4 കൈവിട്ട ശേഷമാണ് 3ാം സീഡായ സ്പാനിഷ് താരത്തിനെതിരെ 7ാം സീഡായ ജോക്കോവിച്ചിന്റെ വിജയമെന്നതും ശ്രദ്ധേയമാണ്. മെൽബണിലെ റോഡ് ലേവർ അരീനയിൽ വെള്ളിയാഴ്ച നടന്ന 2ാം സെമിയിൽ ജർമ്മനിയുടെ 2ാം സീഡായ അലക്സാണ്ടർ സ്വരാവാണ് ജോക്കോവിച്ചിന്റെ എതിരാളിയായത്. നാളെ അവസാന ക്വാർട്ടർ മത്സരങ്ങളിൽ ഇറ്റലിയുടെ 1ാം സീഡ് യാനിക് സിന്നർ ആതിഥേയ താരം അലക്സ് ഡി മിന്നോറുമായും US താരം ബെൻ ഷെൽട്ടർ ക്വാർട്ടറിലെ ഏക അൺസീഡ് താരം ഇറ്റലിയുടെ ലോറൻസോ സെനോഗിയെയും നേരിടും. അതേസമയം ഓസ്ട്രേലിയയിൽ ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ US താരം കൊക്കോ ഗോഫിന് തോൽവിയാണ്. വനിതാ സിംഗിൾസിൽ സ്പാനിഷ് താരം പൗല ബൊഡോർസയാണ് ഗോഫ് തോറ്റത്. 11ാം സീഡായ പൗലോ 7-6, 6-4 ഗോഫിനെ തോൽപ്പിച്ചതായാണ് സെമിഫൈനലിലേക്ക് മുന്നേറിയത്. സ്പാനിഷ് താരം ആദ്യമായിട്ടാണ് ഒരു ഗ്രാൻഡ് സ്ലാം സെമി ഫൈനലിലെത്തുന്നത്. വനിതാ സിംഗിൾസിൽ ഗ്രാൻഡ് സ്ലാം സെമി ഫൈനലിൽ കടക്കുന്ന 4ാമത്തെ മാത്രം താരമാണ് പൗലോ ബസോഡോ എന്ന പ്രത്യേകതയുമുണ്ട്.